ഹലോ, ആ എടി സൂസ പറ, സ്റ്റെല്ലയാ. എടി എനിക്കിന്നേ ആ ക്ലബിൻ്റെ മീറ്റിങ്ങിന് വരാൻ പറ്റത്തില്ല. ആ അതെ, എനിക്ക് വീട്ടിൽ നിന്ന് ഗസ്റ്റ് ഉണ്ടെന്നേ. ആ ഒരു VIP ഗസ്റ്റാ. ആണോ? എടി ഞാൻ ആ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്ന ഫോട്ടോ നീ കണ്ടായിരുന്നോ? 25,000 രൂപയാണ് ആ സാരിക്ക്. ആന്നേ, ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്നതോ? ഇപ്പൊ ഞാൻ എന്തൊക്കെ അറിയണോ ഇവക്ക്. ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്നത് ഞാൻ ഹസ്ബൻഡ് എബ്രോഡിൽ നിന്ന് ഒരു 50,000 ഒരു നല്ല ഗൗൺ കൊണ്ടുവന്നായിരുന്നു. ആ ഒരു വെഡിങ് ഗൗൺ പോലെയൊക്കെ ഇരിക്കും, അങ്ങനെ ഒരു സംഭവം ഇട്ടിരിക്കുന്നത്. പിന്നെ VIP ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കൾച്ചറും എല്ലാം കാണിച്ചങ്ങ് നിൽക്കണ്ടേ? നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ, അത് വേണമല്ലോ. വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നൊരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് നീ വരാത്തത്. അയ്യോ, 10ാം ക്ലാസ്സിൽ തോറ്റതിൻ്റെ ക്ലാസ് അല്ല ഇത്. ഞാനേ ഒന്ന് മെൻ്റലിസം പഠിക്കാമെന്ന് വിചാരിച്ചു. മെൻ്റലായിട്ടല്ല, ഇവിടെ ആർക്കും മെൻ്റലല്ല. ഈ മെൻ്റലിസം എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരുടെ മനസ്സ് ഇങ്ങനെ പഠിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ, അതിനാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ ഈ മെൻ്റലിസം എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവരുന്നത് എൻ്റെ ഡ്രൈവറില്ലേ, ആ ശിവൻ എന്ന് പറഞ്ഞൊരുത്തൻ. അവനെ കൊണ്ട് വേറെ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനൊരു പ്രയോജനമുണ്ട്. അവൻ പറയുന്നത് ഏതോ കിടുക്കാച്ചി ആളാണെന്നാണ് പറയുന്നത്, ഏതോ ബിഗ് ഷോട്ടാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഈ 50,000 ഗൗണൊക്കെ ഇട്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് അങ്ങ് ഇമ്പ്രഷനിലങ്ങ് വീഴുമല്ലോ. ഈ സംഭവം നമുക്ക് വേഗം പഠിച്ചെടുക്കുകയും ചെയ്യാം. ശരി. ഇല്ലടി, അതിനും വരാൻ പറ്റത്തില്ല, ഡോഗ് കോമ്പറ്റീഷന് വരാൻ പറ്റത്തില്ല, അങ്ങേര് ഇവിടെ ഇല്ലല്ലോ. അല്ല, ഈ പട്ടിയെ കൊണ്ടുവരാൻ ആരെങ്കിലും വേണ്ടേ? അങ്ങേരെ എങ്ങാണ്ടും പോയേക്കുവാന്നേ, കോഴിക്കോടോ കാസർഗോഡോ എങ്ങാണ്ടും പോയേക്കുവാ. വരുമ്പോൾ തിരിച്ചു വരട്ടെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ വിളിക്കാനും നിന്നില്ല. ഈ വീട്ടിലാകെ അങ്ങേര് പറഞ്ഞാൽ കേൾക്കുന്ന ആ പട്ടി മാത്രമല്ലേ ഉള്ളൂ. ഞാനെങ്ങും അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ മിണ്ടത്തില്ലെന്നേ അത്. അപ്പോൾ അതിനും വരാൻ പറ്റത്തില്ല. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, സമയം. അയ്യോ, ഒരു സെക്കൻഡ് കേട്ടോ, എന്ത് വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നീ വച്ചോ, ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അപ്പം മെൻ്റലിസം പഠിച്ചിട്ട് കാണാം കേട്ടോ. ശരിടി, ഓക്കെ. ഒന്നും വേറെ പണിയില്ല, പട്ടീനെയും കൊണ്ടങ്ങ് ഇറങ്ങിയേക്കുവാ വീട്ടിൽ നിന്ന്. പട്ടീനെ നോക്കാത്ത കുട്ടീനെ നോക്കാൻ പാടില്ല ഇവക്ക്. ജാനു, കൊച്ചിന് പാല് കൊടുത്തോ? കുഞ്ഞിനെ നോക്കണ്ടോ ഞാനാണോ? എനിക്കിവിടെ എന്തൊക്കെ പരിപാടിയുള്ളത്? നിന്നെ ഈ 2 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ കണ്ടോടൊന്ന് ഇറങ്ങി നടക്കാറ്. ഉത്തരവാദിത്തമില്ലാത്ത ബ്ലഡി ഫുൾ. നമുക്ക് നമ്മുടേതായിട്ടുള്ള തിരക്കില്ലേ, കുട്ടികളെ നോക്കി വീട്ടിലിരിക്കാൻ പറ്റുമോ? അയ്യോ, മെന്റലിസം. സോറി, വീണ്ടും സോറി. ചീട്ടെടുക്കാൻ ഞാൻ എന്താണോ തത്തമ്മയോ? പരിഹസിക്കരുത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് ഞാൻ പുറത്തെടുക്കും. അതല്ല, നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ പുറത്തെടുക്കും. എങ്ങനെ? നിങ്ങളുടെ മനസ്സിൽ. മനസ്സിലായി. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ആ മനസ്സല്ലേ? ഇത് ആ മനസ്സല്ല, ഇത് വേറെ മനസ്സ്. മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു മൗന സഞ്ചാരം. ആ മനസ്സ്. പെമ്പർനോത്തി ഇത് എന്നാക്കിയാ പറഞ്ഞത്? എന്നെ കൊണ്ടൊന്ന് പറയാൻ സമ്മതിക്കും. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഹു ആർ യു? കൂവാൻ അറിയാം, നല്ല വൃത്തിയായിട്ട് കൂവാൻ അറിയാം. വേണേ കേട്ടോ. കണ്ടോ? ആരാണെന്ന് അറിയാൻ പാടില്ല, നീ ഇങ്ങോട്ടൊന്ന് കേറി വന്നേ. അത്രക്കായോ? സാറായിരുന്നു. സോറി സാർ. ഞാനായിരുന്നു. കൊച്ചമ്മക്ക് ഇയാൾ അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മനസ്സിലാവാനായിട്ട് ഇതെന്റെ അമ്മായിയുടെ മോനൊന്നും അല്ലല്ലോ. 10 തലയാ അയാൾക്ക്. എന്നിട്ട് ഒരെണ്ണാണല്ലോ ഇപ്പൊ കൈവശമുള്ളൂ. ബാക്കി 9 എണ്ണം ബാലക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കാൻ. കൊച്ചമ്മ അത് മാത്രമാ, ലോക പ്രശസ്തനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞ വിദഗ്ധൻ ബ്രൂസിലി ഇദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു. ബ്രൂസിലിയുടെ 3 പെൺമക്കളും ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യമാരാണ്. ഉണ്ട ചോറിനുള്ള നന്ദി കാണിച്ചെന്ന് മാത്രം. അടിപൊളി. എന്താണ് പേര്? എന്റെ പേര് പ്രശസ്ത മെന്റലിസ്റ്റ് വിപിൻ നിലാവത്ത്. നിലാവത്ത് മാത്രം ഇറങ്ങി നടക്കോളോ? അല്ല, നിലാവില്ലാത്തപ്പോഴും ഞാൻ ഇറങ്ങി നടക്കും. വട്ടാണോടാ? ഒന്നും പറയല്ലേ, മെന്റലിസ്റ്റ് ലോക പ്രശസ്തനാണ്. എന്നെ അങ്ങോട്ട് കറക്റ്റ് വിശ്വാസമായില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല.
സാറേ സാർ ആരാണെന്ന് കൊച്ചമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. കോണിക്കാം അല്ല കാണിക്കാം. ആ. വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നമ്പർ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതന്നെ നമ്പർ കാണിക്കണം. ഇത് നിങ്ങളുടെ ഡ്രൈവർ അല്ലേ? ഡ്രൈവർ രമേശൻ. രമേശാ, ആ കണ്ണടച്ച് മുകളിലിട്ട് നോക്കി ശ്വാസം വലിച്ചു നിൽക്കും. കണ്ണടച്ച് മുകളിലോട്ട് നോക്കി ശ്വാസം വലിച്ച് നിൽക്കും. കണ്ണടച്ചു, മുകളിലോട്ട് നോക്കി. റിലാക്സ് റിലാക്സ് റിലാക്സ്. അതെ, ഞാൻ റിലാക്സ് എന്നാണ് പറഞ്ഞത്, അല്ലാതെ ലാലു വിലക്സ് എന്നല്ല എന്ന് വെച്ചോണ്ടിരിക്കാനായിട്ട്. പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലാലു വലസായിരുന്നു. അല്ല, നിങ്ങൾ കണ്ണടച്ച് മുകളിലേക്ക് നോക്കിക്കും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ രൂപം ഇപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരും. തെളിഞ്ഞു വന്നില്ലേ? അവരോട് എങ്ങനെയെങ്കിലും ഒന്ന് അടുത്ത് ചേരണം എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നില്ലേ? ആ രൂപം എത്രയോ അടുത്ത് വരുന്നതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ തോന്നി തുടങ്ങുന്നില്ലേ? ഇല്ലേ? ആ രൂപത്തെ ഒരു നോക്കൊന്ന് കാണണമെന്നുള്ള ആഗ്രഹമില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? ആ രൂപം ദേ ഈ കാണുന്ന രൂപമല്ലേ? ഇത് സണ്ണി ലിയോണല്ലേ? അതെ. അയ്യേ അയ്യോ, ഞാൻ ഇതൊന്നുമല്ല വിചാരിച്ചത്. പൊളിഞ്ഞു. ആര്, നീയോ? നീ ഊണിലും ഉറക്കത്തിലും ഇവരെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ലേടാ? അയ്യോ ഇല്ല, ഞാൻ നിന്റെ റൂമിന്റെ അകത്ത് മൊത്തം ഇവരുടെ പടം വെട്ടി ഒട്ടിച്ചിരിക്കല്ലേടാ? ഇല്ല, ഞാൻ സത്യം എന്റെ ഇല്ല. ഉണ്ട്, നീ അവർക്ക് അടിമയാണ്. നീ അത്രയും ചിന്തിച്ചു കൂട്ടി നടക്കാൻ വേണ്ടി കള്ളം പറയുന്നത്. രമേശാ, ഞാനേ എനിക്ക് വല്ലാത്ത ദാഹം, ഞാൻ പോയെന്ന് നിനക്ക് പരവേശം വെള്ളം കുടിച്ചിട്ട് വരാം. ഗുളിക കഴിക്കാൻ. അവൻ ഈ പെമ്പർനോത്തിയെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാന്ന് കാലം എത്ര ആയെന്നറിയോ? മര്യാദക്ക് പണിക്ക് പോലും വരത്തില്ലെന്നേ. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലുള്ളത് ചികഞ്ഞെടുക്കാൻ കഴിവുള്ളവനാണ് ഞാനെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരാളെ ആദ്യമായിട്ടാട്ടോ ജീവനോടെ കാണുന്നത്. ഓക്കേ, ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൂതറ സ്ത്രീയെ കാണുന്നത്. അല്ല, ഇങ്ങനെ ഒരു വൃത്തിയുള്ള സ്ത്രീയെ ആദ്യമായിട്ടാണ് കാണുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെന്റ്. ഓ, നോ പ്രഷർ, നോ പ്രഷർ. അതെ, കൈ നോക്കാൻ അറിയാമോ? അതിന് ഞാൻ കൈനോട്ടക്കാരനല്ല. അതല്ല, ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? പിന്നെന്താ പറയാൻ പറ്റുമല്ലോ. അത് വെറും സിമ്പിൾ അല്ലേ? നടക്കാൻ പോകുന്ന കാര്യം പറയുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ രാവിലെ വെളുപ്പിന് 4 മണിക്ക് എണീക്കും. എന്നിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് വെച്ച് എൻ്റെ വീടിൻ്റെ അവിടുന്ന് മുരിക്കുമ്പോഴവിടെ 3.5 കിലോമീറ്ററാണ്. ആ 3.5 കിലോമീറ്റർ ഞാൻ നടന്നു പോയിട്ട് കൂടുതൽ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും. ചിലർ പട്ടിയായിട്ട് വരും, ചിലർ പട്ടി ഇല്ലാതെ വരും. നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടും വീട്ടിൽ വന്ന് ആദ്യം ഒരു കട്ടൻ ചായ അടിക്കും. കട്ടൻ ചായ അടിച്ചിട്ട് ഞാനൊന്ന് ബാത്റൂമിൽ പോകും. പിന്നെ ഒരു 10 മിനിറ്റ് പേപ്പർ വായിക്കും. ഞാൻ അതല്ല ചോദിച്ചത്, പിന്നെ ഈ നമ്മുടെ ഫ്യൂച്ചർ ഭാവി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോന്ന്. ഓ, ഭാവി കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന്? അതെ അതെ. അങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അത് കൂടാതെ വേറൊരു പ്രത്യേകത എനിക്കുള്ളത്, ഞാനിങ്ങനെ ഇപ്പൊ നിങ്ങളെ സ്പർശിക്കുകയാണെന്ന് വെച്ചോളൂ, അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ ഇങ്ങനെ അനുഭവപ്പെടും. അതായത് ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലത്തെ ഒരു വൈബ്രേഷൻ നിങ്ങളിൽ അനുഭവപ്പെടും. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. എന്റെ ദൈവമേ, ഞാൻ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് കാണിക്കാം. എനിക്ക് അതൊന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു? നിർബന്ധമാണെങ്കിൽ ആ ഫീലിംഗ് ഞാൻ തരാൻ സന്നദ്ധനാണ്. അപ്പൊ ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ആയിക്കോട്ടെ. ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ? ഓ, പ്രഷർ. എന്താ ഉദ്ദേശിച്ചത്? ഉദ്ദേശം എന്താണല്ലോ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കുട്ടി അത് മനസ്സിലാക്കണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൈ ഇതാ നോക്കൂ. എന്റെ കൈ ഇത് ശ്രദ്ധിക്കൂ. എന്റെ കൈ വെറും ബ്ലാങ്ക് ആണ്. ഇവിടെയാണ് നമ്മൾ പ്രഷർ, അതായത് നിങ്ങളുടെ ദേഹത്തെ തൊടുമ്പോഴുള്ള വൈബ്രേഷൻ ഉത്ഭവിക്കാൻ പോകുന്നത്. അതെ അതെ. ഈ കൈ നമ്മൾ ഇങ്ങനെ ആവാഹിച്ചെടുക്കുന്നു. ധ്യാനമായിരിക്കണം മനസ്സിൽ. മറ്റുള്ള ചിന്തകളൊന്നും പാടില്ല എൻ്റെ മനസ്സിൽ. എന്നെക്കുറിച്ചുള്ള അനാവശ്യ ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കളയുക. എന്നിട്ട് കൈ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചേർത്ത് കൊണ്ടുവരിക. എന്നിട്ടും നമ്മൾ ഈ 4 ഫിംഗറിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഇതിൽ നോക്കിയേ ചെയ്യരുത്. ആ വൈബ്രേഷൻ നമ്മൾക്ക് അനുഭവപ്പെടാതെ പോകും. 4 ഫിംഗറിലേ നോക്കാവുള്ളൂ. 1 2 3 4. ഇതിലിങ്ങനെ സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം ഒന്ന് ഇങ്ങനെ ചുരുട്ടുക. എന്നിട്ട് നമ്മളത് വീണ്ടും വിടർത്തുക. എന്നിട്ട് ആരെയാണ് സ്പർശിക്കേണ്ടത്, ആർക്കാണ് വൈബ്രേഷൻ അറിയേണ്ടത്, അവരിലേക്ക് നമ്മൾ പതുക്കെ തിരിയുക. എന്നിട്ട് പതുക്കെ കൊണ്ടുവന്നിട്ട് ദാ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വൈബ്രേഷൻ അനുഭവപ്പെടാൻ തുടങ്ങും. കണ്ടോളൂ, ശ്രദ്ധിച്ചോണം. അതെ, എനിക്ക് വൈബ്രേഷൻ വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ വൈബ്രേറ്റ് ചെയ്ത് മൊത്തം. അത് ചില സന്ദർഭങ്ങളിൽ ചില സ്ത്രീകളെ കാണുമ്പോൾ ഈ വൈബ്രേഷൻ തിരിഞ്ഞടിക്കാറുണ്ട്. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഈ വൈബ്രേഷനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. വേറെ വൈബ്രേഷൻ ഉണ്ടെന്നേക്കട്ടോ. അങ്ങനെയാണെങ്കിൽ എന്നിൽ വേറൊരു പ്രത്യേകതയുള്ള ഒരു ഐറ്റം കൂടി ഉണ്ട്. എന്താണോ? നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ ആയുസ് എത്രയാണെന്ന് ഞാൻ പറയും.
പറയും. ശരിക്കും ശരിക്കും പറയും. ഒന്ന് പറയാമോ? പിന്നത്തെ പറയാമല്ലോ. എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ, ഇനി ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കും. നിങ്ങള് ഒരു 60 വയസ്സ് വരെ ജീവിക്കും. അയ്യോ, അത് ഭയങ്കര കുറഞ്ഞു പോയില്ലേ? നിങ്ങളുടെ കയ്യിലിരിപ്പ് വെച്ച് അത് തന്നെ കൂടുതലാ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ മെന്റലിസം പഠിക്കണമെന്ന് എന്താ ഒരു തോന്നലുണ്ടാകാൻ കാരണം? അത് എന്നാ പറയാനാന്നേ, എന്നാ എന്റെ കെട്ടിയോൻ എന്നെ ഭയങ്കര സംശയം. എങ്ങനെയാ? എന്റെ ഹസ്സിനെ എന്നെ മുടിഞ്ഞ സംശയമാന്നേ. എന്തിനാ അങ്ങനെ സംശയിക്കുന്നേ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ വേണ്ടില്ല, ഞാൻ ആരെങ്കിലും കൂടെ ഒന്ന് ബൈക്കിൽ പോയിട്ടുണ്ടെങ്കിൽ സംശയം. വീടിന്റെ വാതിക്ക ഇവിടത്തെ അല്ലാത്ത 2 ചെരുപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ സംശയം. അത് ന്യായം. ഞാൻ രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി വന്നാ സംശയം. അത് അന്യായമാണ്. രാത്രി പാതിരാത്രി അടുക്കള വാതിലിന്റെ സാക്ഷ എങ്ങാനും ആ കുറ്റി എങ്ങാനും എടുക്കണ കേട്ടിട്ടുണ്ടെങ്കിൽ അത് സംശയം. ജനലിന്റെ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു നിഴല് പോണുണ്ടെങ്കിൽ സംശയം. ഞാനൊരു ദിവസം ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നില്ലെന്നുണ്ടെങ്കിൽ അതിനും മുടിഞ്ഞ സംശയം. രാവിലെ തന്നെ തിരിച്ചു വരുമല്ലോ. എന്തിനാ ഇത്ര നല്ലൊരു സ്ത്രീയെ ഇങ്ങനെ സംശയിക്കുന്നു? അതിന്റെ ഒരു കാര്യമില്ല. അപ്പൊ എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ എന്ത് കാരണം വച്ചാണ് ഇയാൾ, എന്ത് മനസ്സിൽ വെച്ചാണ് ഇയാൾ എന്നെ ഇങ്ങനെ സംശയിക്കുന്നതെന്ന് ഇയാളുടെ മനസ്സ് വായിച്ച് എനിക്ക് അറിയണം. നമ്മൾ അറിയണമല്ലോ കാര്യം. ഇത്രയ്ക്കും പതിവ്രതയായ ഒരു സ്ത്രീയെ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ സംശയിക്കാൻ പാടില്ല. ഈ രാത്രി പോവാന്ന് പറയുന്നല്ലോ, പോയിട്ട് എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത് ഒരു ഉൾക്കാഴ്ച വല്ലതും മനസ്സിലുണ്ടാവോ? നമ്മൾ സ്ത്രീകൾ ഇൻഡിപെൻഡന്റ് ആണല്ലോ. തീർച്ചയായിട്ടും അല്ല, തുല്യരാണ് നമ്മൾ. ആണുങ്ങൾ പുറത്തു പോകുന്നു, അവർ ഇഷ്ടമുള്ളപ്പോ വരുന്നു, പെണ്ണുങ്ങൾ പുറത്തു പോകുന്നു, ഇഷ്ടമുള്ളപ്പോ വരുന്നു. സിന്തറ്റിക് പ്രയോമെറ്റിൻ എന്ന് വേണം ഞങ്ങളുടെ ഭാഷയിൽ. അതാണ്. പക്ഷെ നമ്മളങ്ങ് പോകുന്നില്ലല്ലോ. ചിലപ്പോ 1-2 ദിവസമൊക്കെ മൂന്നാറൊക്കെ പോയിട്ട് വരുമായിരിക്കും. വരുന്നുണ്ടല്ലോ. കുട്ടികളെ നോക്കാൻ ജാനു ഉണ്ട്. ആ ജാനു എന്ന് പറയുന്നത് എന്റെ സെർവന്റ് നോക്കാനാണ് മറ്റു വേലക്കാരൻ ഡ്രൈവറും ഉണ്ട്. അപ്പൊ പിന്നെ എന്ത് പ്രോബ്ലം? ഈ കുടുംബം സ്വസ്ഥമായിട്ട് പോകുന്നതാണല്ലോ. പിന്നെ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു സംശയം മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മെന്റലിസം പഠിച്ചിരിക്കുന്നത് നല്ല കാര്യമാണ്. വെരി ട്രൂ. ഇങ്ങനെ സംശയമുള്ള ഭർത്താക്കന്മാരെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലുണ്ട്. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഒരാളിങ്ങനെ ഈ കാര്യം പറയുകയുണ്ടായി. അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ ചാടാത്ത വേലികളില്ലല്ലോ, അല്ല അതിർത്തികളില്ലല്ലോ. ഞാൻ എല്ലാ രാജ്യത്തും പോയിട്ടുണ്ട്. ഒരിക്കൽ അമേരിക്ക എന്നുള്ള എന്റെ ഒരു ബോയ് ഫ്രണ്ട് വിളിച്ചപ്പോ, അല്ല ഗേൾ ഫ്രണ്ട് വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, അവിടെ ഈ വെള്ളത്തിന്റെ മോളിൽ കൂടെയൊക്കെ നടക്കുന്ന മെന്റലിസ്റ്റുകൾ ഉണ്ടെന്ന്. താങ്കൾ അങ്ങനെ വല്ലതൊക്കെ ചെയ്യാറുണ്ടോ? പിന്നെ ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം ഞാൻ ഇരിക്കുന്നത്, നടക്കുന്നതും കിടക്കുന്നതും എന്തിനു പറയുന്നവരെ വെള്ളത്തിന് മേളിലായിരിക്കും. എന്നിട്ട് ഞാൻ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. അതെന്തിനാ? അല്ല, ആരുമില്ലാത്ത വഴി കൂടെ പോയില്ലെങ്കിൽ നമ്മളെ പിടിക്കപ്പെടുകയല്ലേ. അയ്യോ, ഞാൻ ഈ വെള്ളവടിയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ വെള്ളത്തിന്റെ മുകളിലൂടെ പുഴയുടെയും കടലിന്റെ ഒക്കെ മുകളിൽ കൂടെ നടക്കുവോന്ന്. തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആരെങ്കിലും വെള്ളത്തിന് മേളിൽ കൂടെ നടക്കുവോ? താന്ന് ചത്തു പോവുകയല്ലേ? അതൊക്കെ ചുമ്മാ പറയുന്ന വെറുതെ. പിന്നല്ലാതെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനേ നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്താലോ? നല്ല കാര്യമാണ്, പക്ഷെ അങ്ങേര് ഇവിടെ ഇല്ല. ഓ, കലക്കണ്ടായി. എന്നാ പിന്നെ ഞാൻ നിങ്ങളെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്താലോ? പുള്ളി വരുന്നേരം വരെ. വൈ നോട്ട്? വയനാട്ടിൽ എന്തിനു പോകണം? നമുക്ക് ഇവിടെ എവിടെയും ചെയ്താൽ പോരെ? ഇത് അതല്ല, നമുക്ക് അകത്തേക്ക് കേറിയിട്ട് ചെയ്യാം. അകത്തേക്ക് കയറി ചെയ്യണം. കാര്യം അത് ഓപ്പൺ എയർ ചെയ്യാൻ പറ്റില്ല. ഒന്നിലൊരു ബെഡ്റൂം ആയിരിക്കണം, അല്ലെ ഇടുങ്ങിയ ഏതെങ്കിലും വഴിയായിരിക്കണം. ലൈറ്റും വലുതായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യാം. പെട്ടെന്നൊരു ശബ്ദം കേട്ടാ ഇറങ്ങി ഓടാൻ പറ്റുന്ന ഏത് വഴിയായിരിക്കും? അടുക്കള വഴി പോയാൽ മതി. ഓക്കെ, എന്താ പിന്നെ അതങ്ങ് ആദ്യം ചെയ്യാം. ഈ വഴിക്ക്. വെൽക്കം. പ്രഷർ വരൂ കേട്ടോ. പ്ലീസ് ടേക്ക് എ സീറ്റ്. ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റിയ സ്ഥലം. നല്ല ശോഭയല്ല, സോഫ. അതെ, സോഫ. എന്നാ പിന്നെ നമുക്ക് ഹിപ്നോട്ടിസം തുടങ്ങിയേക്കാം. ഒരു രൂപയുടെ കോയിൻ കിട്ടുമോ? 1 രൂപയുടെ കോയിനോ? അതുപോലും കയ്യിലില്ലാത്ത ആളാണോ അമേരിക്ക വരെ പോയി എന്നൊക്കെ പറയുന്നത്? അല്ല, അമേരിക്കയിൽ മറ്റേതാണല്ലോ. 1 രൂപയുടെ കോയിൻ എൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടതായിരുന്നു. പക്ഷെ കിട്ടിയില്ല. ഇപ്പോൾ കിട്ടുമായിരുന്ന ഒരു ഉപകാരമായതിനെ. അതിപ്പോ ഉണ്ട്. സോറി, എൻ്റെ തന്നെ ഉണ്ട്. ഇന്നലെ കടല വാങ്ങിച്ചതിൻ്റെ ബാക്കിയത്. അപ്പോൾ നമുക്ക് ഹിപ്നോട്ടിസത്തിലേക്ക് കിടക്കാം. ഈ കോയിനിൽ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കി ഹിപ്നോട്ടിസത്തിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിച്ചാലും മറുപടി പറയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് ഞങ്ങൾ ഹിപ്നോട്ടിസ് ചെയ്യുന്നത്. ഇപ്പോൾ താൻ നോക്കിക്കോളൂ. കുട്ടി കോയിനിലേക്ക് സൂക്ഷിച്ച് നോക്കുക. ദൃഷ്ടികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉരിഞ്ച് മാറാൻ പറ്റില്ല. ഈ കോയിനിൽ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു അഗാധ നിദ്രയുടെ തുടക്കത്തിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ ഉറങ്ങുകയാണ്. ഉറങ്ങി ലോകത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളിലൂടെ
അവൾ സഞ്ചരിച്ചു ഇങ്ങനെ വന്ന് നമ്മുടെ ഉറക്കത്തിൻ്റെ മ്ലാനതകൾ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറുന്നു. അങ്ങനെ നമ്മൾ കണ്ണ് പറിക്കാതെ നമ്മളിങ്ങനെ ഉറങ്ങി നല്ല ഉറക്കത്തിൻ്റെ അഗാധ നിദ്രയിൽപ്പെട്ട് ദൈവമേ ഇത് എന്ത് പറ്റിയതാവോ? എല്ലാം മതിമറന്ന് ഉറങ്ങുകയാണ്. നമ്മളിത് നല്ല നിദ്രയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞു. മനസ്സിലായി. അന്ന് എനിക്ക് 16 വയസ്സ്. ഓഹോ, 16 വയസ്സില്ലേ? ഞാൻ ജിക്ലാംകുട്ടി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. എനിക്ക് എന്നെ കെമിസ്ട്രി പഠിപ്പിക്കാൻ വന്ന ടീച്ചറോടൊരു മോഹം. ഞാനങ്ങനെ ആ ടീച്ചറെ പ്രണയിക്കാനായിട്ട് എൻ്റെ മനസ്സുകൊണ്ട് തുടങ്ങി. പക്ഷെ ടീച്ചർ എൻ്റെ മനസ്സിനെയും കടത്തിവെട്ടി അവിടുത്തെ ബയോളജി അധ്യാപകനുമായിട്ട് വിളിച്ചോടി. പിന്നെ ഞാൻ വിട്ടുകൊടുത്തില്ല. എന്നെ ഹിസ്റ്ററി പഠിപ്പിക്കാൻ വന്ന ടീച്ചറെ ഞാൻ ട്യൂൺ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഹിസ്റ്ററി ആ ടീച്ചർക്ക് മനസ്സിലായപ്പം എൻ്റെ ഹിസ്റ്ററി മുഴുവനും എൻ്റെ അച്ഛനെ വിളിച്ച് ആ ടീച്ചർ പറഞ്ഞു. അങ്ങനെ ആ കോളേജിൽ നിന്ന് എനിക്ക് ടീസ് തന്നു എന്നെ പുറത്താക്കി. പിന്നെ ഞാൻ കഞ്ചാവിനടിമയായി. കഞ്ചാവ് ഒരുപാട് വലിച്ച് പിന്നെ കഞ്ചാവ് എനിക്ക് പിടിക്കാതെയായി. പിന്നെ ബ്രൗൺ ഷുഗറായി, പിന്നെ ആഷിക്കായി. അങ്ങനെ ഞാനൊരു മയക്കുമരുന്നിന് അടിമയായി. പിന്നെ ഏത് പെൺകുട്ടികളെ കണ്ടാലും പ്രണയിക്കണമെന്നും കടന്ന് പിടിക്കണമെന്നുമുള്ള മോഹം എൻ്റെ മനസ്സിൽ ചേക്കേറി തുടങ്ങി. അതിനുള്ള പ്ലാൻ നോക്കി നടക്കുകയാണ് ഇപ്പോഴെൻ്റെ മെയിൻ പണി. അങ്ങനെ ഞാൻ ഉറങ്ങുകയാണ്. ഉറങ്ങി കിടന്നു. അത്രയ്ക്ക് നല്ലൊരു മാന്യ. സോറി, ഞാൻ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. കുട്ടി പറഞ്ഞോളൂ. ഞാനേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി പോവും. എന്നെ പറ്റി അല്ല, ഹിപ്നോട്ടിസം ഞാൻ. നിങ്ങൾ ഭർത്താവിനെ വിളിക്കുവോ? ഭർത്താവ് ഇവിടെ ഇല്ല, നാളെ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ പറഞ്ഞത് ഈ വീട്ടിലെ കാര്യമാണോ അതോ എനിക്കുള്ള ക്ഷണക്കത്താണോ? അല്ല, ഭർത്താവില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മേഡത്തിനെ ഹിപ്നോട്ടിസം ചെയ്യാം. ഹിപ്നോട്ടിസം ചെയ്ത് അവിടെ ഉറങ്ങിക്കിടന്നേച്ച് പിച്ചുമ്പയൊക്കെ വിളിച്ചു പറഞ്ഞോ, ഞാൻ കേട്ടതാ. അല്ല, അത് തുടക്കം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മാറിക്കോളും. നമ്മൾ ഹിപ്നോട്ടിസിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, അതിന്റെ മൂർച്ഛന്യ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതല്ല മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് പേടിക്കണ്ട. അവനെ തുടങ്ങാന്നാ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. മേഡം ഈ കോയിനിലേക്ക് സൂക്ഷിച്ച് നോക്കുക. കണ്ണുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. മേഡം ഉറങ്ങുകയാണ്. ഉറക്കത്തിൻ്റെ അഗാധ നിദ്രയിലേക്ക് മേഡം വഴുതി വീഴും ഉറക്കത്തിലേക്ക്. മേഡം ഉറങ്ങിക്കൊണ്ടിരിക്കും. മേഡത്തിൻ്റെ മനസ്സിൽ പണ്ട് നടന്നതും ഇപ്പോൾ നടന്നതുമായ പല കാര്യങ്ങളും ഞാൻ ചികഞ്ഞെടുക്കാൻ പോവുകയാണ്. മേഡം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടിൻഡുമോൻ എന്ന് പറഞ്ഞൊരു പയ്യനും സ്ലൈറ്റിൽ ലവ് ലെറ്റർ എഴുതി കാണിച്ചില്ലേ? അത് ടിൻഡുമോൻ്റെ അമ്മ പിടിച്ചു. എന്നിട്ടൊരു കാന്താരി മുളക് പൊട്ടിച്ചു. മേഡത്തിൻ്റെ ചുണ്ടർ തേച്ചത് മേഡം ഓർക്കുന്നുണ്ടോ? പറയൂ. അതുപോലെ തന്നെ 4ലെത്തിയപ്പം കബീർ ഖാൻ എന്ന് പറയുന്നൊരു ചെറുക്കന് ലവ് ലെറ്റർ കൊടുത്തില്ലേ? ആ 3ാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയം ഈ പ്രായം വരും കണ്ടിന്യൂ ചെയ്തു പോരുന്നില്ലേ? ഇന്നലെയും കൂടി കണ്ടു. നിങ്ങൾക്കിപ്പോഴും എല്ലാവരെയും കയറി പ്രണയം. എനിക്കറിയണം ഇവൻ ആരാധന. എനിക്കറിയാം. ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ ആരാണ് കയറ്റിയത്? എനിക്കറിയണ്ട ആരാളെങ്കിലും. എനിക്കറിയണ്ട ഇവൻ ആരാണ്. ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങണം. സുഹൃത്ത്, ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ഇവിടെ ഡിവോഴ്സ് ചെയ്യണം. എന്റെ സ്വഭാവം എനിക്ക് പണ്ടേ അറിയാം. എനിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സ് വേണം. പറഞ്ഞു കേക്ക്. ഞാൻ നിങ്ങളെ ഒന്ന് മെന്റലിസ്റ്റ്, അതായത് ഞാൻ മെന്റലിസ്റ്റ് ആണ്. നിലാവത്ത് നിങ്ങളെ നിലാവത്താണല്ലോ ഇരുട്ടത്താണല്ലോ എനിക്ക് ഇവിടെ ഡിവോഴ്സ് ചെയ്തേ പറ്റൂ. നിങ്ങൾ നിർത്ത് പ്ലീസ്, ഒന്ന് നിർത്ത്. ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാനേ എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു തന്നൊരു കഥയുണ്ട്. ആ കഥ ഞാൻ പറഞ്ഞുതരാം. കഥ കഴിയുമ്പോൾ ഞാൻ ഡിവോഴ്സ് ചെയ്യും. കഥ കേട്ടിട്ട് നിങ്ങൾ എന്നെ വേണമെങ്കിലും തീരുമാനിച്ചു. ഞാൻ ആ കഥയൊന്ന് പറഞ്ഞോട്ടെ. എടോ, ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു വണ്ടിയാണ്. എന്ത്? ഒരു വാഹനമാണെന്ന്. ആ വാഹനത്തിന്റെ എഞ്ചിൻ എന്ന് പറയുന്നതാണ് ഭാര്യ. ആ വണ്ടി ഉരുളെങ്കിൽ എന്ത് വേണം? ടയർ വേണം. അതിന്റെ ടയറാണ് ഭർത്താവ് എന്ന് പറയുന്ന നിങ്ങൾ. ഞാൻ ടയർ. ഇത് എഞ്ചിൻ.
ഇവള് എഞ്ചിൻ, ഇത് ടയർ. ആ എഞ്ചിനും ടയറും കൂടെ ഒന്നായെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു വാഹനം, അതായത് ഒരു വണ്ടി സ്മൂത്ത് ആയിട്ട് ഓടുകയുള്ളൂ. അത് കറക്റ്റ് ആണല്ലോ സാർ പറഞ്ഞ കറക്റ്റ് ആണ്. ഇതെന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു തന്നാണ്. അത് നല്ല അർത്ഥമുള്ള ഒരു സ്റ്റോറി കേട്ടാ. അർത്ഥവത്തായ വാക്കാണ്. ഒരു വണ്ടിയാണ് അപ്പൊ മൊത്തത്തിൽ ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു വണ്ടിയാണ്. ഈ എഞ്ചിനും ടയറും എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയാലല്ലേ ആ വാഹനം ഉരുളുകയുള്ളൂ. എനിക്ക് ഇപ്പോഴാ കത്തിയത് കേട്ട സംഭവം. എനിക്ക് തോന്നി അത് ഒന്നും അറിയാതെ കിടന്ന് വർത്താനം വന്നതിൽ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സോറി കേട്ടോ, ഞാൻ ഒരുപാട് സംശയിച്ചു നിന്നെ. സോ നോ പ്രോബ്ലം. എന്തായാലും നിങ്ങളുടെ കുടുംബം ഒന്നായല്ലോ, അതിലെനിക്ക് സന്തോഷം. അല്ല, ആ ഉദാഹരണം കറക്റ്റ് ആണ് സാർ പറഞ്ഞത്. എനിക്ക് ഒരു ഇത് ശരിക്കും പറഞ്ഞപ്പോ അത് എഞ്ചിൻ, ഇത് എഞ്ചിൻ, ഇത് ടയർ. ഞാൻ ടയർ ഒരു വണ്ടിയുടെ. അപ്പൊ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് സാറേ. എന്താണ് സംശയങ്ങൾ? നല്ലതാണ് ചോദിച്ചത്. അല്ല, ഇപ്പൊ ഞാൻ ടയറും അത് എഞ്ചിനും ആണല്ലോ. അപ്പൊ ഈ വണ്ടി ആരായിരിക്കും ഓടിക്കുന്നത്? അതിപ്പം ഡ്രൈവിംഗ് അറിയാവുന്ന ആർക്കും ഈ വണ്ടി ഓടിക്കാമല്ലോ. ആ